തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. ഇന്നു ഭാഷയത് അപൂർണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ. മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാൻ്റെ നളിനി എന്ന കവിതയിലെ ഈ വരികളോട് ഏറെ സാമ്യമുള്ളതാണ് അമേരിക്കൻ നോവലിസ്റ്റായ നഥാനിയാൻ തൻ്റെ പ്രണയിനിക്കയച്ച കത്തുകളിലെ വരികൾ. പദ്യം എഴുതാനുള്ള സിദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു പ്രിയേ എന്ന്. കാരണം നിന്നെ പ്രേമിച്ചു തുടങ്ങിയതിൽ പിന്നെ എൻ്റെ തലയിലും നെഞ്ചിലും കവിതകൾ വന്ന് നിറയുന്നു എന്ന് ആ കത്തുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. പരസ്പരം അറിയാൻ കത്തുകൾക്കപ്പുറത്ത് മറ്റൊരുപാധികളുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് സ്നേഹം അറിയിക്കാൻ വാക്കുകളോ അക്ഷരങ്ങളോ തികയാതെ പോയ ഒരു പറ്റം മനുഷ്യരുടെ പ്രണയക്കുറിപ്പുകൾ. ഉണ്ടെന്നോ ഇല്ലെന്നോ നിശ്ചയിക്കാനാവാത്ത ഒരു നിത്യകാമുകിക്ക് തൻ്റെ മേശവലുപ്പിൽ പ്രണയലേഖനങ്ങൾ ബാക്കി വെച്ചുപോയ ബിതോവനെപ്പോലെ. പരുക്കൻ ഹൃദയമുള്ളവനെന്ന് ലോകത്താൽ വിളിക്കപ്പെട്ട നെപ്പോളിയൻ്റെ ഉള്ളിലും മറഞ്ഞുകിടന്ന സ്നേഹത്തിൻ്റെ നനവ് തുറന്നു കാട്ടിത്തരുന്ന ഒരു പുസ്തകം. ഏതു ഭാഷയിലാണ് ഞാൻ നിനക്കെഴുതേണ്ടത്? ഏതു ഭാഷയിലാണ് ഞാൻ നിനക്കെഴുതേണ്ടത്? ടോൾസ്റ്റോയും മൈക്കൽ ഫാരഡേയും പെസോഫയും തുടങ്ങി 35ഓളം സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എഴുതി സൂക്ഷിച്ച പ്രണയലേഖനങ്ങൾ. നിന്നെ കാണുമ്പോഴൊക്കെ നിന്നോട് പ്രാർത്ഥിക്കണമെന്നെനിക്ക് തോന്നാതിരുന്നിട്ടില്ല. നിന്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെയും നിന്നിൽ വിശ്വാസം അർപ്പിക്കണമെന്നെനിക്ക് തോന്നാതിരുന്നിട്ടില്ല. നിന്നോട് അഭിലാഷം തോന്നിയപ്പോഴൊക്കെയും നിനക്ക് വേണ്ടി യാതനകൾ അനുഭവിക്കണമെന്നെനിക്ക് തോന്നാതിരുന്നിട്ടില്ല. നിന്നോട് തൃഷ്ണ തോന്നിയപ്പോഴൊക്കെയും നിന്റെ മുന്നിൽ മുട്ടുകുത്താനായെങ്കിൽ എന്നെനിക്ക് തോന്നാതിരുന്നിട്ടില്ല. റിൽക്കെ തൻ്റെ കാമുകിയായ ലൂ ആൻഡ്രിയാസ് സലോമിയോട് പറയുന്ന കത്തിലെ വരികളാണിവ. ഒരു സൂചിയിൽ നൂല് കോർക്കുന്ന അത്ര സൂക്ഷ്മതയിൽ ഓരോ മനുഷ്യരും മറ്റൊരാളാൽ പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. പ്രണയത്തിൽ അതിൻ്റെ തീവ്രത അല്പം കൂടുന്നുവെന്ന് മാത്രം. സ്നേഹത്തിൻ്റെ നനവ് പടർത്തുന്ന ഒരു പുസ്തകം. ഏതു ഭാഷയിലാണ് ഞാൻ നിനക്കെഴുതേണ്ടത്? സ്നേഹം.